PT ഉഷയുടെ ഹസ്ബൻഡ് വി ശ്രീനിവാസൻ അന്തരിച്ചു എന്നുള്ള വാർത്ത രാവിലെ തന്നെ വന്നിരുന്നല്ലോ. ഇന്ന് പുലർച്ചെയായിരുന്നല്ലോ മരണം. അപ്പോൾ അതിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? PT ഉഷ എപ്പോഴാണ് എത്തിച്ചേരുക? അത് എനിക്കറിയാം, രാവിലെ അദ്ദേഹം ഉച്ചയ്ക്ക് വെളുപ്പിന് 1 മണിക്ക് പയ്യോളിയിലെ വീട്ടിൽ കുഴഞ്ഞു വീണാണ് മരണം സംഭവിച്ചതെന്ന് അറിയാം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PT ഉഷ എന്ന കായിക താരത്തിൻ്റെ പുറകിൽ മറ്റൊരു കായിക താരമായി പ്രവർത്തിച്ച ഒരാളാണ് മാധ്യമപ്രവർത്തകരെല്ലാം ശ്രീനിയേട്ടൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന വി ശ്രീനിവാസൻ. പയ്യോളിയിലെ വീട്ടിൽ എനിക്കൊക്കെ വ്യക്തിപരമായും നിരവധി അനുഭവങ്ങളാണ്. കാരണം നേരത്തെ അമൃത TV-യിലുള്ള സമയത്ത് ഈ ഒളിമ്പിക്സിൻ്റെ ലൈവ് നിരന്തരം എല്ലാ ദിവസവും നമ്മൾ ചെയ്യുമായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത് PT ഉഷയെ ഒരു ബെസ്റ്റ് പ്രസൻറ്ററായി ഒറേറ്ററായി മാറ്റുന്നതിൽ ശ്രീനിവാസിൻ്റെ പങ്ക് വളരെ വലുതാണ്. ആ ശ്രീനിവാസനാണ് പുലർച്ചെ 12:30 കുഴഞ്ഞു വീണ് മരിച്ചത്. CISF-ൽ, അതായത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു. DYSP റാങ്കിലാണ് അദ്ദേഹം വിരമിച്ചത്. 64 വയസ്സാണ് ഉള്ളത്. തിക്കോടിയിലെ പെരുമാൾപുരത്തുള്ള വീട്ടിലായിരുന്നു അന്ത്യം. സംസ്കാരത്തിൻ്റെ സമയം ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. കാരണം PT ഉഷ തിരിച്ചെത്തേണ്ടതുണ്ട്. അവരുടെ പേഴ്സണൽ സ്റ്റാഫ് നവനീതുമായി സംസാരിച്ച സമയത്തും അവരെത്തിയതിന് ശേഷം അതിൻ്റെ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. മകൻ വിഘ്നേഷ് ഉജ്ജ്വലിൻ്റെ വിവാഹം ഈടെയായിരുന്നു. SKNൊക്കെ ക്ഷണമുണ്ടായിരുന്നു. നമ്മൾ പങ്കെടുത്ത ഒരു വിവാഹം കൂടിയാണ്. ഏറെ സന്തോഷത്തോടു കൂടി ഒരു കുടുംബം, അമ്മ രാജ്യസഭാ അംഗമായി ഒളിമ്പിക്സ് അധ്യക്ഷയായി മുന്നേറുന്ന ഘട്ടത്തിലാണ്, ഭാര്യ വലിയ രീതിയിൽ മുന്നേറുന്ന ഘട്ടത്തിലാണ് ഭർത്താവ് ശ്രീനിവാസിൻ്റെ ഈ ദാരുണമായ അന്ത്യം. ഒരുപക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ മരണം. ഒരു പ്രദേശമാകമാനം ഒരു ദുഃഖത്തിലാഴ്ത്തിയ ഒരു മരണമാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.